വിദ്യാസാഹിതി ഓഡിയോ ബുക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഞ്ചുവടി ബാലനോവൽ തുടർച്ച. എഴുതിയത് ശ്രീ എം കൃഷ്ണദാസ്. വായിക്കുന്നത് നീമ പ്രഭാകർ. ഇനി എന്തൊക്കെയായിട്ടാ അതിലുള്ളത്? ബാഗിനുള്ളിൽ കൈയിട്ട് തിരയുന്ന മഹേഷിനോട് മായ ചോദിച്ചു. അവൾ പറയേണ്ട താമസം അവനത് മുഴുവൻ തുറന്ന് എല്ലാം കൊട്ടിയിട്ടു. പൊഴിഞ്ഞു വീണത് മഹാത്ഭുതങ്ങളായിരുന്നു. മുത്തുമാലകൾ, കുപ്പിവളകൾ, കുഞ്ഞിപ്പൊട്ടുകൾ, നെയിൽ പോളിഷ്, വെള്ളിപ്പാദസരം, പൗച്ച്, ക്രയോൺസ്, കളർ പെൻസിലുകൾ, സ്കെച്ച് പെൻ, മിന്നുന്ന പൊതിക്കടലാസ്, ജീരകമിഠായി പാക്കറ്റുകൾ. അങ്ങനെ ഒരുപാട് നുള്ളുനുറുങ്ങുകൾ ഉതിർന്നു വീണത് വാരിക്കൂട്ടാൻ മായ തിടുക്കം കൂട്ടി. ഇത്രയും സാധനങ്ങൾ ആ കുഞ്ഞു ബാഗിൽ ഉണ്ടായിരുന്നോ എന്ന അത്ഭുതത്തിൽ മായ മധുരമായി ചിരിച്ചു. അവളുടെ ആഹ്ലാദ ശബ്ദം കേട്ട് അമ്മ എത്തി നോക്കി. അച്ഛൻ അമ്മയെ നോക്കി ഒന്നുകൂടി ഞെളിഞ്ഞു. മായേ, നിനക്ക് സമാധാനായില്ലേ? അമ്മ ചോദിച്ചു. ഒറ്റ ദിവസം കൊണ്ട് എല്ലാറ്റിന്റെയും പണി തീർക്കല്ലേട്ടോ, അച്ഛൻ പതിവ് പല്ലവി പാടി. ഓരോന്നും അലമാരയിൽ ഒതുക്കി വെച്ചോ, നാളേക്ക് വീണ്ടും വാങ്ങാൻ പറ്റില്ലാട്ടോ, അമ്മയുടെ ഭീഷണി. അതെല്ലാം കേട്ടപ്പോൾ മായ നിലത്തുനിന്ന് വാരിക്കൂട്ടിയ സാധനങ്ങളെല്ലാം ബാഗിലേക്ക് എടുത്തു വെക്കുകയായിരുന്നു. അപ്പോൾ അമ്മ മഹേഷിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് സംഗതി നല്ല രീതിയിലല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായത്. ഇത്രയും സാധനങ്ങൾ ഒന്നാകെ മായയ്ക്കു വേണ്ടിയാണെന്നതുകൊണ്ടും അവനായി ഒന്നും വാങ്ങിയിട്ടില്ലെന്നതുകൊണ്ടുമാവാം അവന്റെ മുഖമാകെ വിവർണമായിരിക്കുന്നു. അമ്മ അച്ഛനെ തോണ്ടി മഹേഷിനെ കാണിച്ചു. എന്താ മഹേഷേ? ഏയ്, ഒന്നുമില്ല, അവൻ തല താഴ്ത്തിയിരുന്നു കൊണ്ട് പറഞ്ഞു. വണ്ടിയിൽ ഒരു പെട്ടി കൂടിയുണ്ട്, നീ അത് എടുത്തുവാ. അച്ഛൻ ടീപ്പോയിലിരുന്ന സ്കൂട്ടിയുടെ താക്കോൽ എടുത്തു നീട്ടി. ഇനി എന്ത് അത്ഭുതമാണ് അച്ഛൻ കൊണ്ടുവന്നതെന്നറിയാൻ അതുവരെ ചതഞ്ഞ മനസ്സോടെ ഇരുന്ന മഹേഷ് എഴുന്നേറ്റോടി. കിട്ടിയതൊന്നും പോരാത്ത മട്ടിൽ മായയും പിറകെ ചെന്നു. വണ്ടിയിൽ നിന്നും സ്കൂൾ ബാഗ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു പെട്ടി അവിടെ കിടക്കുന്നത് കണ്ടില്ലല്ലോ എന്ന് മായ അത്ഭുതപ്പെട്ടു. മഹേഷ് തെളിഞ്ഞ മുഖത്തോടെ ആ കുഞ്ഞു പെട്ടി എടുത്തുകൊണ്ട് പറഞ്ഞു, ഹായ്, മൊബൈൽ ഫോൺ. അതുവരെ ചതഞ്ഞ മനസ്സോടെ ഇരുന്ന മഹേഷ് ഉത്സാഹഭരിതനായി. അനിയത്തിക്ക് ഒരു സ്റ്റേഷനറി കട മുഴുവൻ കുഞ്ഞു ബാഗിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന അച്ഛനോട് നീരസം തോന്നിയിരുന്ന മഹേഷ് അച്ഛന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കി. ചന്തം നോക്കലൊക്കെ പിന്നെ, ആദ്യം ചാർജ് ചെയ്യേ, അച്ഛൻ അവന്റെ സ്നേഹ കടാക്ഷം അവഗണിച്ചു പറഞ്ഞു. +2 കഴിഞ്ഞേ മൊബൈൽ വാങ്ങിക്കൊടുക്കൂ പറഞ്ഞിട്ട് അമ്മ വാദവുമായി വന്നു. +2 ഫുൾ A+ വാങ്ങിക്കാൻ അവനുള്ള ഉത്തേജനമാവട്ടെ കരുതി അച്ഛൻ അമ്മയുടെ വാദത്തിന്റെ മുനയൊടിക്കാൻ വേണ്ടി പറഞ്ഞു. ഏട്ടനും അനിയത്തിയും ഇനി സദാസമയവും മൊബൈലിലാവും. അമ്മ അടുത്ത അമ്പെയ്തു. അത് ഇപ്പോഴും നമ്മുടെ ഫോൺ എടുത്ത് കളിക്കുന്നതല്ലേ, നിങ്ങൾ എന്താ അച്ഛാ ആയിക്കോളിൻ, അമ്മ അവസാനിപ്പിച്ചു. അപ്പോൾ അച്ഛൻ മക്കളെ നോക്കി കണ്ണിറുക്കി. നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം അലമാരയിൽ കൊണ്ടുവെക്കിൻ, അച്ഛൻ ഗൗരവത്തിലായി. മഹേഷ് ഫോൺ ചാർജിൽ വെച്ച് മായയുടെ സാധനങ്ങൾ രണ്ടായി വേർതിരിക്കാൻ വന്നിരുന്നു. സ്കൂൾ ബാഗിൽ നാളെ കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തു വെച്ചു. ബാക്കിയുള്ളതെല്ലാം അലമാരയുടെ താഴത്തെ തട്ടിൽ ചിട്ടയോടെ ഒതുക്കി വെക്കുമ്പോഴാണ് മുറ്റത്തു നിന്നും ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടത്. അമ്മ പുറത്തേക്ക് ചെന്ന് ഒരു പൊതിയുമായി തിരികെ വന്നു. എന്താണ് അമ്മേ അത്? മായമ്മയുടെ യൂണിഫോം തുന്നിക്കിട്ടി. അപ്പോൾ എല്ലാം ആയല്ലോ, ഇവളുടെ ഒരു ഭാഗ്യം, അച്ഛൻ ഉത്സാഹപ്പെടുത്തി. മായമ്മേ, ഇതൊന്ന് ഇട്ട് നോക്കിക്കാ, പാകാണോ നോക്കട്ടെ. അമ്മ പൊതിയുടെ കെട്ടഴിച്ച് ഉടുപ്പുകൾ എടുത്തു പൊക്കിക്കാട്ടി. അവൾ സന്തോഷത്തോടെ എഴുന്നേറ്റു വന്ന് യൂണിഫോം വാങ്ങിയിട്ട് അകത്തേക്ക് പോയി. 5 മിനിറ്റ് കൊണ്ട് അവൾ യൂണിഫോം ഇട്ടു വന്നു. അപ്പോൾ ശരിക്കും അവൾ ഒരു സുന്ദരി കുട്ടിയായി. അത് കണ്ട് അപ്പോൾ അടുക്കള വാതിൽക്കൽ തന്നെ വന്നിരുന്ന ടുട്ടുപൂച്ച സന്തോഷസൂചകമായി ശബ്ദിച്ചു. ടുട്ടുവിന്റെ പ്രകടനം കണ്ട്
എല്ലാവർക്കും ചിരി വന്നു. സ്കൂൾ ബാഗ് കൂടിയിട്ട് നാളെ എങ്ങനെയാണ് സ്കൂളിൽ പോവുകയെന്ന് ഒന്ന് കാണിക്ക് നോക്കട്ടെ. പത്രവായന കഴിഞ്ഞ് ടിവിയുടെ സ്വിച്ചിട്ട് റിമോട്ട് തിരയുന്നതിനിടയിൽ അച്ഛൻ പറഞ്ഞു. മായ സ്കൂൾ ബാഗ് എടുത്തെങ്കിലും മുതുകത്തിട്ട് കൈകൾ വള്ളികൾക്കിടയിലൂടെ ഇടാൻ പറ്റാതെ കെണിയുന്നത് കണ്ട് മഹേഷ് സഹായത്തിന് ചെന്നുകൊണ്ട് പറഞ്ഞു, ഇവൾക്ക് ബാഗ് ഇട്ടു കൊടുക്കാൻ ഞാൻ ക്ലാസ്സിൽ പോവേണ്ടി വരുമോ? പിന്നല്ലാതെ, നീ ഒഴിവുള്ളപ്പോഴെല്ലാം കുട്ടിയുടെ ക്ലാസ്സിൽ ചെന്ന് നോക്കണം, അമ്മ നിർദ്ദേശിച്ചു. അതിനൊന്നും എന്നെ കിട്ടില്ല, രാവിലെ കൊണ്ടുപോയാക്കും, വൈകുന്നേരം കൂട്ടാൻ ചെല്ലും, മഹേഷ് ഉറച്ചു പറഞ്ഞു. അതൊന്നും പോരാ, ഇന്റർവെല്ലിന് ചെന്ന് നോക്കണം, ചാനൽ തിരയുന്നതിനിടയിൽ അച്ഛൻ പറഞ്ഞു. ഹായ്, യൂണിഫോം ഇട്ട് സ്കൂൾ ബാഗും മുതുകത്തിട്ട് നടക്കുന്നത് കാണാൻ നല്ല ചേലുണ്ട്, മായയുടെ നടത്തം കണ്ട് അമ്മ പറഞ്ഞു. നേരമൊന്ന് വെളുത്താൽ മതി പെണ്ണിന് സ്കൂളിൽ പോവാൻ തിടുക്കമായി. മഹേഷ് അത് പറഞ്ഞു തീരും മുന്നേ ടിവിയിൽ നിന്നും വാർത്ത കേട്ടു. കൊറോണ കാരണം വിദ്യാലയങ്ങൾ അനിശ്ചിത കാലത്തേക്ക് തുറക്കില്ല.